ക്ലോഡിയസ് ദ്വിതീയന്റെ മതപീഡന കാലത്ത് ക്രൈസ്തവർക്ക് ആശ്വാസം പകർന്ന വിശുദ്ധനായിരുന്നു വാലന്റൈൻ. സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലോഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുകയുണ്ടായി. അവിവാഹിതർ വിവാഹിതരേക്കാൾ സൈനിക വൃത്തിയിൽ പ്രയോജനപ്പെടുന്നതിനായുള്ള ചക്രവർത്തിയുടെ നിഗമനം ക്രൈസ്തവരുടെ ജനസംഖ്യ കുറയ്ക്കുന്നതിനുള്ള ഒരു കുതന്ത്രം കൂടിയായിരുന്നു. ഈ ഉത്തരവിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പുരോഹിതനായിരുന്ന വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്ന യുവതീ-യുവാക്കന്മാർക്ക് രഹസ്യമായി വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്തു നൽകി. വൈകാതെ തന്നെ ചക്രവർത്തി ഇത് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. ചക്രവർത്തിയെയും ജയിൽവാസികളെയും മാനസാന്തരപ്പെടുത്താൻ ശ്രമങ്ങൾ തുടർന്ന അദ്ദേഹത്തിലൂടെ നിരവധി അത്ഭുത സൗഖ്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. AD 273 ഫെബ്രുവരി 14 ശിരച്ഛേദം ചെയ്തു കൊല്ലപ്പെട്ട അദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ച് ആശീർവദിച്ച വിവാഹ ബന്ധങ്ങളെ കണക്കിലെടുത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞവരുടെയും നവദമ്പതികളുടെയും മധ്യസ്ഥനായാണ് വണങ്ങപ്പെടുന്നത്.